പ്രിയമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയെ സ്വീകരിക്കുവാനായിട്ട് തിരുവല്ല നഗരം ഒരുക്കിക്കഴിഞ്ഞു. മധ്യ തിരുവിതാംകൂറിൻ്റെ ഈറ്റില്ലമായ തിരുവല്ലയിലേക്ക് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിജി എത്തുകയാണ്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്ന അതിൻ്റെ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ, കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തിരുവല്ല ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. തിരുവല്ലയുടെ നിന്നും ജനവിധി തേടുന്ന നമ്മുടെ ശ്രീമാൻ അനൂപ് ആൻ്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിജി നേരിട്ട് ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഇന്ന് നമുക്ക് ഒന്ന് കാണാം. ഇതാണ് ഇവിടെ എല്ലാം ബാരിക്കേഡുകളൊക്കെ വെച്ച് വളരെ സൗകര്യങ്ങൾ, ഈ പ്രിക്കോഷൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കാണുവാണ്. ഇവിടെ ഇതുവഴിയാണ് വന്ന് കയറുന്നത്. VIP ലോഞ്ചാണിത്. അപ്പോൾ അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ശ്രദ്ധകളും തിരുവല്ലയിലേക്കാണ്. ഇനിയും വരുന്ന ദിവസം തിരുവല്ല ഉറ്റുനോക്കിയാണ് ലോക ജനത. കാരണം തിരുവല്ലക്കാർക്ക് അഭിമാനിക്കാം, തിരുവല്ലയിലെ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് അഭിമാനിക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി നമ്മുടെ തിരുവല്ലയുടെ മണ്ണിലേക്ക്, തിരുവല്ലയിലും വികസനം, തിരുവല്ലയ്ക്കൊരു മാറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രീമാൻ അനൂപ് ആൻ്റണി, NDAയുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ അനൂപ് ആൻ്റണി നമ്മുടെ ജനവിധി തേടുന്നത്. അപ്പോൾ ആ ഒരു ജനവിധി തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തിരുവല്ലയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത്. അപ്പോൾ ഏകദേശം 1 മണിയോടുകൂടി, ശനിയാഴ്ച 1 മണിയോടുകൂടി എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ ഒക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. അങ്ങനെ തിരുവല്ല ഉറ്റുനോക്കുന്ന, ഇത് നമ്മുടെ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാർത്ഥമുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ്. അപ്പോൾ അവിടെയെല്ലാം തിരുവല്ല ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവല്ല വളരെ വളരെ വികസനത്തിൻ്റെ പാതയിലാണ്. എന്നാൽ തിരുവല്ലയിലൊരു മാറ്റം അനിവാര്യമാണ് എന്ന് മുൻനിർത്തിക്കൊണ്ട് ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തിരുവല്ലയിൽ ഇപ്രാവശ്യം NDAയുടെ സ്ഥാനാർത്ഥി ജനവിധി തേടുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ തിരുവല്ല. കാരണം നിരവധി NRIകൾ NRIs കൊണ്ട് നിറഞ്ഞതും, എന്നാൽ ഒത്തിരി വികസനം, ഒത്തിരി ബിസിനസ് ശൃംഖലകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ തിരുവല്ല. തിരുവല്ല എല്ലാവരും ഉറ്റുനോക്കിയാണ്. തിരുവല്ലയിലെ വികസനമാണ് എല്ലാവർക്കും ലക്ഷ്യം. ഏകദേശം ഒരു 30,000-ൽ പരം ആൾക്കാരെ ഉൾക്കൊള്ളത്തക്കവണ്ണമുള്ള ഒരു പന്തലാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പന്തല്, ക്രമീകരണങ്ങൾ, കാര്യങ്ങൾ ഒക്കെ ഒന്ന് നമുക്ക് കാണാം. ഇത് നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ പണിയോടെ ഞാൻ ഇതിനകത്ത് കാണിക്കുകയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ പുരോഗമിച്ചു വരികയാണ്. ഏകദേശം 20 കോടിയോളം എങ്ങാണ്ട് ചെലവഴിച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ശ്രീമാൻ അനൂപ് ആൻ്റണിയുടെ പോസ്റ്ററും ബാനറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അനൂപ് ആൻ്റണി തന്നെയല്ല, ആൻ്റണിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് എടുത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമഞ്ചിറ സൈഡാണ്. അത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്, നാളെ ചങ്ങനാശ്ശേരി വഴിയാണ് റോഡ് ഷോ. ചങ്ങനാശ്ശേരി വഴി റോഡ് ഷോ വന്ന് ഇങ്ങനെ ഈ രാമഞ്ചിറയ്ക്കിപ്പുറം കൂടി ബൈപ്പാസ് വഴി കയറി പോകാനാണ്. അതാണ് ഈ സൈഡിലെല്ലാം ബാരിക്കേഡുകൾ വെച്ച് അവർ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം ഇരു സൈഡിലും ആൾക്കാർക്ക് നിന്ന് അഭിവാദ്യം ചെയ്യുവാൻ. ഇത് തിരുവല്ല ബൈപ്പാസിൽ ഒടുങ്ങിയാണ്. ഇപ്പോൾ ബൈപ്പാസ് വഴിയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ആ റോഡ് മുഴുവൻ ബാരിക്കേഡൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി, വേറെ ഒരു വാഹനങ്ങളും ഒന്നും ഇതുവഴി പോകാനായിട്ട് ഇരു സൈഡിലും ആൾക്കാർക്ക് നിൽക്കത്തക്കവണ്ണമാണ് ഈ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർക്ക് അദ്ദേഹത്തെ കാണുവാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ബൈപ്പാസ് വഴി ഇങ്ങനെ നേരെ പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം നാളെ എത്തുന്നതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി പോസ്റ്ററുകളാണ് ഒരുങ്ങിയിരിക്കുന്നത്.
എല്ലാം ആൾക്കാർക്ക് നിന്ന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും, അതിനാണ് ഇത്തരത്തിൽ 1 മീറ്റർ വീതിയിൽ ഇവിടെ ബാരിക്കേഡുകൾ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ നാളെ ആരോഗ്യ നഗരിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എത്തിച്ചേരുകയാണ്. തിരുവല്ലക്കാർക്ക് അഭിമാനിക്കാം, മലയാളികൾക്ക് അഭിമാനിക്കാം. തിരുവല്ലയ്ക്ക് അഭിമാന നിമിഷങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുക. KSEB അതുപോലെ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റ് അവരെല്ലാം അവരുടെ വർക്കുകളെല്ലാം വളരെ തകൃതിയായിട്ട് തന്നെ നടത്തുകയാണ്. ഇവിടെല്ലാം ബാരിക്കേഡുകൾ വെച്ച് വളരെ സെക്യൂർഡാണ്. എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാളത്തേക്കുള്ള പ്രധാനമന്ത്രിജിയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ് തിരുവല്ല. മധ്യ തിരുവിതാംകൂറിൻ്റെ ഈറ്റില്ലമായ തിരുവല്ലയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. വളരെ കാട് പിടിച്ച് കിടന്ന ആ പബ്ലിക് സ്റ്റേഡിയം ഇപ്പോൾ വളരെ മനോഹരമാക്കി മണ്ണൊക്കെ ഇട്ട് നിരത്തി നല്ല വൃത്തിയാക്കി അവിടെ ഏകദേശം 30,000-ൽ പരം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ ഒരു ടെൻറ്റ് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നരേന്ദ്രമോദിജിയെ സ്വാഗതം ചെയ്യുവാനായിട്ട് തിരുവല്ല ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പ്രത്യേക പണികളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാലത്ത് രഞ്ജി ട്രോഫി മുതൽ വിവിധ ക്രിക്കറ്റ് മത്സരങ്ങൾ, സന്തോഷ് ട്രോഫി ഒക്കെ നടന്നിരുന്ന ഒരു സ്റ്റേഡിയമാണ് ഇത്. എന്നാൽ കുറച്ച് നാളുകളായിട്ട് ഈ സ്റ്റേഡിയം അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ ഗവനിക്കാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ശരിക്കും കാട് പിടിച്ച് തന്നെ കിടക്കുക. എന്നാൽ അതൊക്കെ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് വൃത്തിയാക്കി വളരെ സുന്ദരമായ ഒരു സ്റ്റേഡിയം തന്നെ ആക്കി എടുത്തിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു സ്റ്റേഡിയത്തിന് ഇത്രയും മഹത്വം ഉണ്ടായിരുന്നു, ഈ ഒരു സ്റ്റേഡിയം ഇത്ര വലിപ്പമുണ്ടായിരുന്നു, ഈ ഒരു സ്റ്റേഡിയത്തിന് ഇത്രയും സൗകര്യമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ വൃത്തിയാക്കിയപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേഡിയം ഇനിയും അങ്ങോട്ട് ഇത് ശരിയാക്കാൻ പറ്റാത്തതല്ല. നല്ല രീതിയിൽ നഗരസഭയുടെ കീഴിലാണ് ഈ ഒരു സ്റ്റേഡിയം ഉള്ളത്. അത് ഇനിയും നിരവധി മത്സരങ്ങൾ നടക്കത്തക്കവണ്ണം ഈ ഒരു സ്റ്റേഡിയം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാൽ ബാക്കി